റംസാൻ 27-ാം രാവായ ഇന്ന് പള്ളികളെല്ലാം പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമാകും. തിരക്ക് കണക്കിലെടുത്ത് മക്കയിൽ സുരക്ഷ ശക്തമാക്കി. ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണ് റമദാൻ 27-ാം രാവ്. ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങിവരുമെന്ന് ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണെന്നത് ഈ രാത്രിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. റമദാൻ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട രാത്രിയിലായിരിക്കും ലൈലത്തുൽ ഖദർ എന്നാണ് പ്രബലമായ അഭിപ്രായം. റമദാൻ 27-ാം രാവിലാണ് കൂടുതൽ സാധ്യതയെന്നും ഗ്രന്ഥങ്ങളിൽ കാണാം. അനുഗ്രഹങ്ങളുമായി മാലാഖമാർ ഇറങ്ങിവരുന്ന ഈ ദിവസം മുസ്ലിങ്ങൾ ഖുർആൻ പാരായണം, നിസ്കാരം, ദാനധർമ്മങ്ങൾ തുടങ്ങിയവ വർദ്ധിപ്പിക്കും. ഉംറയ്ക്കും തവാഫിനും രാത്രി നിസ്കാരത്തിനുമായി മക്കയിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തും. റമദാനിലെ രാത്രി നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ഒരാവർത്തി പൂർത്തിയാക്കുന്ന ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനയും ഇന്ന് മക്കയിലെ ഹറം പള്ളിയിൽ നടക്കും. മക്കയിലെ തിരക്ക് നിയന്ത്രിക്കാൻ സിവിൽ ഡിഫൻസും സുരക്ഷാ സേനയും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. കഅബയ്ക്ക് ചുറ്റും തവാഫ് നിർവഹിക്കുന്ന ഭാഗം സിവിൽ ഡിഫൻസിന്റെ നിയന്ത്രണത്തിലായിരിക്കും. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് ഉൾപ്പെടെ സ്വദേശികളും വിദേശികളുമായ ലക്ഷക്കണക്കിന് ആളുകൾ അവസാന നാളുകൾ ചിലവഴിക്കാനായി ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് തുടങ്ങിയ ലോക നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ മക്ക സന്ദർശിച്ചു. ജലീൽ കണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.